വയനാട്ടിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ പെയ്ത മഴയിൽ ബെയിലി പാലത്തിനടിയിലെ സംരക്ഷണ ഭിത്തിയോട് ചേർന്നുള്ള മണ്ണ് ഒലിച്ചുപോയി. പാലം ഇരുന്നു പോകുമോ എന്ന ആശങ്ക പോലുമുണ്ട്. ചൂരൽമല സ്കൂൾ റോഡിൽ പ്രതിഷേധം നടക്കുകയാണ്. കനത്ത മഴയിൽ തകർന്ന റോഡ് നന്നാക്കാൻ JCB എത്തിയപ്പോഴാണ് പ്രതിഷേധം. നോ ഗോ സോണിൽ തകർന്ന റോഡ് പുനർനിർമ്മിക്കാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം വെള്ളാർമല വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ ചൂരൽമല സ്വദേശികളായ 6 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മേപ്പാടി പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് വയനാട്ടിൽ നിന്ന് ചൂരൽമലയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നത്. ആഷിഖ്, കഴിഞ്ഞ ദിവസം ചൂരൽമലയിൽ കണ്ട പ്രതിഷേധങ്ങൾ അതിശക്തമായിരുന്നു. ഇന്നും അതേ തരത്തിൽ പ്രതിഷേധങ്ങളുണ്ടോ? കാലാവസ്ഥ എങ്ങനെയാണിപ്പോൾ? അതിശക്തമായ മഴ തന്നെ തുടരുകയാണോ അവിടെ? ലക്ഷദ്വീപ് കാലാവസ്ഥയ്ക്ക് ചെറിയ ശമനമുണ്ട്. നേരത്തെ ശക്തമായ മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴക്കൽപ്പം ശമനമുണ്ടെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ചൂരൽമലയിലാണുള്ളത്. ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മഴക്കൽപ്പം ശമനമുണ്ടെങ്കിൽ പോലും പുനപ്പയിലെ ഒഴുക്ക് ശക്തമായി തന്നെ പോകുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇന്നലെ ഉണ്ടായിരുന്ന പോലെ അട്ടമല റോഡിലേക്കൊന്നും വെള്ളം കയറുന്ന ഒരു സാഹചര്യമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ജാഗ്രതയോടെ തുടർന്നാൽ മാത്രം മതി എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അതേസമയം തന്നെ ഈ മറുകരയിലേക്ക് മുണ്ടക്കൈ അട്ടമല ഭാഗത്ത് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടുണ്ട്. ബെയിലി പാലത്തിൽ പോലീസ് കൃത്യമായി സുരക്ഷാ വേലികളടക്കം സ്ഥാപിച്ചുകൊണ്ട് ആരെയും അപ്പുറത്തേക്ക് കടത്തിവിടുന്നില്ല. കാരണം ഇന്നലെ തൊഴിലാളികളടക്കം പോയ സമയത്ത് ശക്തമായ മഴ പെയ്യുകയും വെള്ളം കയറിയതിനെ തുടർന്ന് തൊഴിലാളികളടക്കം കുടുങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ പ്രദേശത്തേക്കുള്ള പ്രവേശനം തന്നെ നിരോധിച്ചിട്ടുള്ളത്. ഈ ബെയിലി പാലത്തിന്റെ താഴ്ഭാഗത്തായിട്ടാണ് ഇത്തരത്തിൽ ചെറിയ രീതിയിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത്. അത് ഈ ബെയിലി പാലത്തിന്റെ അടിയിൽ ഇതിന്റെ സംരക്ഷണ ഭിത്തിയായി നിർമ്മിച്ച ഭിത്തിയിലെ മണ്ണ് ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ കുറച്ച് മണ്ണ് ഒലിച്ചുപോയി. അതിനെ തുടർന്ന് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നെങ്കിൽ പോലും അല്പസമയം മുമ്പ് JCB അടക്കം വന്ന് അവിടേക്ക് മണ്ണിട്ട് നിലവിൽ നിറച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ആശങ്ക ഒഴിഞ്ഞെങ്കിൽ പോലും ഈ വീണ്ടും ഇത്തരത്തിൽ വലിയ രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ മണ്ണ് ഒലിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിന് പ്രധാന പ്രശ്നമായി നാട്ടുകാർ പറയുന്നത് ഈ മണ്ണിനപ്പുറത്ത് നിർത്തിയ സംരക്ഷണ ഭിത്തിയാണ്. ആ സംരക്ഷണ ഭിത്തി ബെയിലി പാലത്തിന്റെ ഏകദേശം വലിപ്പത്തിൽ തന്നെ നിർമ്മിക്കേണ്ടിയിരുന്നു. കാരണം ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് വീണ്ടും ഇത്തരത്തിൽ വെള്ളം ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ വലിപ്പത്തിൽ 2 മീറ്ററെങ്കിലും ഉയരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യം ഇന്നുണ്ടായത് നാട്ടുകാരുടെ ചെറിയൊരു പ്രതിഷേധമാണ്. അത് പ്രധാനമായും പടവട്ടിക്കുന്നുകാർ നടത്തിയ പ്രതിഷേധമാണ്. ഈ പടവട്ടിക്കുന്നിലേക്കുള്ള റോഡ് ഇന്നലെ പെയ്ത മഴയിൽ തകർന്നിരുന്നു. തുടർന്ന് അവിടേക്ക് JCB അടക്കം എത്തി അവിടേക്ക് മണ്ണിട്ടുകൊണ്ട് ആ റോഡ് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പടവട്ടിക്കുന്നുകാരുടെ പ്രതിഷേധം നടന്നത്. അവർ പ്രധാനമായും പറഞ്ഞത് നോ ഗോ സോണിലുള്ള പ്രദേശത്ത് എന്തിനാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്, അത് ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആരോപിച്ചാണ് അവർ പ്രതിഷേധം നടത്തുകയും തുടർന്ന് ഈ JCB തന്നെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം മറ്റൊരു പ്രധാന കാര്യം ഇന്നലെ ഉണ്ടായത്, ഇന്നലെ വെള്ളാർമല വില്ലേജ് ഓഫീസർ ഇവിടെ എത്തിയ സമയത്ത് ചില ആളുകൾ കയ്യേറ്റം ചെയ്തിരുന്നു. അതിലിപ്പോൾ മേപ്പാടി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. നാട്ടുകാരായ 6 പേർക്കെതിരെ ആണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. തങ്ങളെ ഉപദ്രവിച്ചു എന്ന മേപ്പാടി വെള്ളാർമൽ വില്ലേജ് ഓഫീസറുടെയും 2 ഉദ്യോഗസ്ഥരുടെയും പരാതിയിലാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും വയനാട്ടിലെ മൊത്തം മഴയുടെ സാഹചര്യം പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ ഓറഞ്ച് അലർട്ട് അടിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അത് ഇടവിട്ട സമയങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നില്ലെങ്കിൽ പോലും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നത് ആശങ്കയായി തുടരുകയാണ്. ഓറഞ്ച് അലർട്ടാണ് ജില്ലയിലുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റെഡ് അലർട്ടിന് സമാനമായ ശക്തമായ മഴയാണ് പെയ്തത്. അത് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമുണ്ടെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. എന്തായാലും നിലവിൽ ചൂരൽമലയിലെ സാഹചര്യം സുരക്ഷിതമാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ബെയിലി പാലത്തിനപ്പുറത്തേക്ക് ആരെയും കടത്തിവിടാതെ കൃത്യമായി സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. ഈ ചൂരൽമല ടൗണിലേക്ക് പോലും ആരെയും നിലവിൽ പോലീസ് കടത്തിവിടില്ല. അത്തരത്തിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളുണ്ട്. ഇവിടേക്ക് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഊരാളുങ്കൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ഇന്നലെ വെള്ളം കയറാൻ ഈ അട്ടമലയിലേക്കടക്കം വെള്ളം കയറാനുള്ള പ്രധാന കാരണമായി പറഞ്ഞത് പുന്നപ്പുഴ വൃത്തിയാക്കാത്തത് കൊണ്ട് എന്നാണ്. അതിനെ തുടർന്ന് ഇന്ന് ഊരാളുങ്കലിലെ അടക്കം JCBകളും വാഹനങ്ങളും എത്തി ഇത്തരത്തിൽ പുഴ വൃത്തിയാക്കാനുള്ള ജോലികളടക്കം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ മഴ വയനാട്ടിൽ പെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ ചൂരൽമലയിലടക്കം സ്ഥിതി നമുക്ക് നിലവിൽ ശാന്തമാണെന്ന് പറയേണ്ടി വരും. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായത് രാവിലെ ഒരു ഉച്ചയോടെ അടുത്താണ്, ഒരു 10 മണിക്ക് ശേഷമാണ് ശക്തമായ മഴ പെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഓറഞ്ച് അലർട്ട് തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും മഴ പെയ്താൽ അത് വെള്ളം ഉയരുമോ എന്നൊരു ആശങ്ക നിലയിൽ പ്രദേശവാസികൾക്കുണ്ട്. ലക്ഷ്മിപത്മ. ആഷിഖ് റഹ്മാനാണ് വയനാട്ടിൽ നിന്ന് ചൂരൽമലയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.